പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി, ആദ്യം മുതലെന്ന് വന്നേക്കും തന്നെയാമേ. ദ ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ യാക്കോബായ സഭയിലെ ആലുക്കൽ കോർ എപ്പിസ്കോപ്പ. സത്യവിശ്വാസ പദ്ധതി കാര്യങ്ങളാണ് പറയുന്നത്. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആത്മാവിനെ പറ്റി ശാസ്ത്രത്തിന് പഠിക്കാൻ സാധിക്കുമോ? സയൻസും നമ്മുടെ ആത്മാവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇപ്പോൾ ആത്മാവിനെ പറ്റി വിദേശ ശാസ്ത്രജ്ഞന്മാർ പഠിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് 1-2 ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടപ്പോൾ മനസ്സിലായി. പ്രിയമുള്ളവരെ, ദൈവമാത്മാവാണ്. യോഹന്നാൻ 4:24 പറയുന്നുണ്ട്. ആത്മാവാകുന്ന ദൈവത്തെ പറ്റി പഠിക്കാൻ ഒരു ശാസ്ത്രജ്ഞന് ഇതുവരെ സാധിച്ചിട്ടില്ല. ആത്മാവ് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. നമ്മളിലുള്ള ആത്മാവ് അത് പദാർത്ഥമയമല്ല, പദാർത്ഥം കൊണ്ടുണ്ടാക്കപ്പെട്ടതല്ല. അത് അരൂപിയാണ്. അത് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. മനുഷ്യനും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. പക്ഷേ മനുഷ്യനിൽ പദാർത്ഥമയമുണ്ട്. ആത്മാവിൽ ഒരിക്കലും പദാർത്ഥമയമില്ല. അപരിമേയനായ കർത്താവിനെ പരിമിതനായ മനുഷ്യന് കണ്ടുപിടിക്കാൻ സാധ്യമല്ലെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തെ അപഗ്രഥിക്കാൻ സാധ്യമല്ലെങ്കിൽ, ഈ അരൂപിയായ ആത്മാവിനെയും അപഗ്രഥിക്കുവാനോ വ്യവച്ഛേദിക്കുവാനോ ശാസ്ത്രത്തിന് സാധിക്കില്ല. ദൈവം നമുക്ക് വേണ്ടി ഒരു ആത്മാവിനെ സൃഷ്ടിക്കുകയാണ്. അമ്മയുടെ ഗർഭപാത്രത്തിൽ ബീജവും അണ്ടവും സംയോജിപ്പിക്കുമ്പോൾ തന്നെ ദൈവം നമുക്ക് വേണ്ടി ഒരു ആത്മാവിനെ സൃഷ്ടിച്ച് ആ ഭ്രൂണത്തിൽ അല്ലെങ്കിൽ ആ മാംസത്തിൽ സന്നിവേശിപ്പിക്കുകയാണ്. അതാണ് ആ വാക്ക്, സന്നിവേശിപ്പിക്കുകയാണ്. വലിയൊരു രഹസ്യമാണ്. എത്ര അപഗ്രഥിച്ചാലും എത്ര പഠനം നടത്തിയാലും ആത്മാവിനെ പറ്റി പഠിക്കാൻ എത്ര എളുപ്പമല്ല. അത് മാത്രമല്ല, അതൊരിക്കലും സാധിക്കുകയുമില്ല. ദൈവം രഹസ്യമായിരിക്കുന്ന പോലെ ആത്മാവും നിഗൂഢതകൾ നിറഞ്ഞതാണ്. അപ്പോൾ ചിലർ പറയും, ഒരാൾ മരിച്ചു, അവൻ സ്വർഗത്തിലേക്കോ നരകത്തിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രത്യേക സ്ഥലത്തിലേക്കോ അവൻ്റെ ആത്മാവിനെ കൊണ്ടുപോയി, ആരോ കൊണ്ടുപോയി. ചിലർ പറയും, ഞാൻ ടണലിൽ കൂടി ഞാൻ യാത്ര ചെയ്തു. അപ്പോൾ ശരീരത്തോടു കൂടിയാണോ എനിക്കറിയില്ല. ശരീരം സെമിട്രി കിടക്കണം, അല്ലെങ്കിൽ കത്തിച്ചോളൂ. നീ ചിലപ്പോൾ സൂക്ഷ്മ ശരീരത്തിലായിരിക്കാം. അങ്ങനെ മരണശേഷം അവനുണ്ട് കുറേ അനുഭവങ്ങളുണ്ടായി. അതിനുശേഷം അവൻ തിരിച്ചു വന്നു. 10-15 മിനിറ്റ് കഴിയുമ്പോൾ തൻ്റെ ഡെഡ് ബോഡിയിലേക്ക് അവൻ തിരിച്ചു വന്നു എന്നൊക്കെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. അതിലൊക്കെ എത്രമാത്രം വാസ്തവികതയുണ്ട് എന്നുള്ളതിന് നാം സംശയിക്കണം. യാക്കോബായ സഭയുടെ സത്യവിശ്വാസം അനുസരിച്ച് ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെട്ടാൽ ഇത് മാലാഖമാരുടെ കസ്റ്റഡിയിലാണ്, അല്ലെങ്കിൽ പിശാചുകളുടെ കസ്റ്റഡിയിലാവും. പിശാച് എപ്പോഴും ആത്മാവിനെ പിടിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക. അത് ജീവിച്ചിരുന്നാലും മരിച്ചുപോയാലും. ജീവിച്ചിരിക്കുമ്പോൾ അവന് പിടിച്ചുകൊണ്ടാൻ പറ്റൂല, തെറ്റുകളിലേക്ക് നയിക്കാൻ അവന് സാധിക്കും. എന്നാൽ മരണശേഷം ആ ഡെഡ് ബോഡിയെ, പ്രത്യേകിച്ച് ഡെഡ് ബോഡിയെ ആത്മാവിനെ കിട്ടുമെങ്കിൽ അതും. ഉദാഹരണം പറഞ്ഞാൽ, മോശയുടെ ശരീരത്തിന് വേണ്ടി ആത്മാവ് വാദിക്കുന്നതായി, മോശയുടെ ശരീരത്തിന് വേണ്ടി പിശാച് വാദിക്കുന്നതായി നാം യൂദാലേഖനത്തിൽ 9 വായിക്കുന്നുണ്ട്. അവൻ പറയുന്ന ഒരു അടിസ്ഥാന കാരണങ്ങൾ, മോശ 3 തെറ്റ് ചെയ്തിട്ടുണ്ട്. 1 ഒരു മിസ്രയീമിനെ കൊന്നിട്ടുണ്ട്. 2 പാറയോട് കൽപ്പിക്കാനാ ദൈവം പറഞ്ഞോളൂ, പാറയെ അടിച്ചു വെള്ളം കിട്ടാനായി. 3-ാമതായിട്ട് അവൻ ആ 10 കൽപ്പനകളിൽ ആദ്യം തന്നത് എറിഞ്ഞുടച്ചു കളഞ്ഞു. ഇങ്ങനെ പല പാപങ്ങളും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവൻ്റെ ആത്മാവും ശരീരവും എനിക്ക് വേണമെന്നുള്ള അർത്ഥത്തിൽ പിശാച് പിന്തുടരുന്നുണ്ട്.
പക്ഷെ മാലാഖ അവരോട് പറഞ്ഞു, ദൈവത്തിൻ്റെ പലിശക്കിട്ടെ, ഞാനൊന്നും പറയുന്നില്ല, വേറെ ഒന്നും എനിക്കൊന്നും പറയാനില്ല. ശരീരം വിട്ടു കൊടുത്തില്ല. നമ്മുടെ മരിച്ചവരുടെ ആ ശരീരത്തെയും പിശാച് സമീപിക്കാനും വാദിക്കാനും അവകാശപ്പെടാനും സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ മൃതശരീരം പള്ളിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ബഹുമാനപ്പെട്ട വൈദികർ ആ മൃതശരീരത്തിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. മറ്റു മതങ്ങളിലൊക്കെ ഡെഡ് ബോഡിയുടെ പറയിലാണ് പട്ടക്കാരെ പോകുന്നത്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. മുമ്പിൽ നിൽക്കുന്നതിൻ്റെ സാദൃശ്യം, അതിൻ്റെ ഒരു ഉദ്ദേശം, പിശാച് അടുത്ത് വരാൻ സാധ്യതയുണ്ട് മൃതദേഹത്തിൻ്റെ അടുത്തേക്ക്, അവനെ ഓടിക്കാൻ വേണ്ടിയിട്ട്. ഓടിക്കുന്നുള്ള അർത്ഥത്തിലാണ് പാട്ടുകളൊക്കെ പാടി കൊണ്ടുപോകുന്നത്. നമ്മുടെ വിശ്വാസം അനുസരിച്ച് 40 ദിവസം വരെ, 40 ദിവസമാണ് കർത്താവ് സ്വർഗാരോഹണം ചെയ്തത്. നമ്മുടെ ആത്മാവ് സ്വർഗാരോഹണം ചെയ്തില്ലെങ്കിലും 40 ദിവസം ഒരു യാത്രയുണ്ടെന്ന് പിതാക്കന്മാർ പഠിപ്പിക്കുന്നുണ്ട്. 40 ദിവസമാണ് അവൻ പറുദീസയിലേക്കോ അല്ലെങ്കിൽ പാതാളത്തിലേക്കോ ആത്മാവ് പ്രവേശിക്കുന്നത്, അല്ലെങ്കിൽ പ്രവേശിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, പാതാളത്തിലേക്കായാലും പറുദീസയിലേക്കായാലും മരിച്ചുപോയതിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. ആ ആത്മാവിനെ നിയന്ത്രിക്കാൻ വേറെ ആർക്കും സാധ്യമല്ല. ചിലർ മരിച്ചു എന്ന് ധരിക്കുക, അബോധാവസ്ഥയിലായിരിക്കുമ്പോഴേ മരിച്ചു എന്ന് ധരിച്ച് അവൻ്റെ ഉപബോധ മനസ്സിൽ നിന്ന് ചില വൈകാരിക ചിന്തകളോ അല്ലെങ്കിൽ തോന്നലുകളോ അല്ലെങ്കിൽ സ്വപ്നങ്ങളോ ഉണ്ടായിട്ട്, ഞാൻ മരിച്ചതിന് ശേഷം അവിടെ പോയി, ഇവിടെ പോയി, ടണലിൽ പോയി, കുഴിയിൽ പോയി, എന്നെ അവിടെ നിരീക്ഷിച്ച് കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഞാൻ നരകത്തിൽ കിടക്കുന്നവരുടെ നിലവിളി കേട്ടു എന്നൊക്കെ അങ്ങ് പറയാനായിട്ട് പറയുന്നു. അതിലെത്രമാത്രം വാസ്തവികത ഉണ്ടെന്ന് നമുക്കറിയില്ല. ഒന്നും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ ഒരു രോഗി മരിക്കാൻ കിടക്കുമ്പോഴേ രോഗി ചിലപ്പോൾ പറയുന്നത്, എൻ്റെ അമ്മ അടുത്ത് വന്ന് നിൽക്കണു, അപ്പൻ അടുത്ത് വന്ന് നിൽക്കണു, ഭർത്താവ് ഭാര്യ അടുത്ത് വന്ന് നിൽക്കണം, മരിച്ചുപോയ ഭാര്യയും ഭർത്താവും അടുത്ത് വന്ന് നിൽക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. അവരത് ഒരു ദർശനം കാണുന്ന ഒരു സ്വപ്നം, ഇത്രേ ഉള്ളൂ. ഉറക്കത്തിൽ അവർക്ക് അങ്ങനെ അവരാ ചിന്തയോടുകൂടി കിടക്കണതേ. സ്വാഭാവികമായിട്ട് നാം മരിക്കാറായി എന്നുള്ളൊരു ചിന്ത വരുമ്പോൾ മാതാപിതാക്കന്മാരെയും ബന്ധുമിത്രാദികളൊക്കെ ഓർക്കുക ഒരു സ്വാഭാവികമാണ്. അത്രേ ഉള്ളത്. ഏത് ശാസ്ത്രം പറഞ്ഞാലും മരിച്ചിട്ട് ആത്മാവ് തിരിച്ചു വന്നു ഒരിക്കലും നമ്മളെ വിശ്വസിക്കത്തില്ല. അപ്പോൾ ശാസ്ത്രത്തിന് ആത്മാവിനെ പഠിക്കാൻ പറ്റില്ല. ഈ ആത്മാവ് ഞാൻ പറയാം, പിശാച് വന്ന് ഡെഡ് ബോഡിയിൽ പ്രവേശിച്ചിട്ട് അവരപ്പം തന്നെ പുറത്തേക്ക് പോകുന്നതായിട്ട് അഭിനയിക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കുമ്പോൾ അതേ ആത്മാവ് പോകുന്നു ശരീരത്തിൽ നിന്ന്. പിശാചിന് ഏത് രൂപം എടുക്കാൻ പറ്റും? അവന് ആത്മാവുമായിട്ട് പോകാം, ശരീരം എടുക്കണേ അങ്ങനെ എടുക്കാം. ഏത് രൂപത്തിൽ വേണമെങ്കിലും പിശാചിന് പ്രത്യക്ഷപ്പെടാം നമ്മെ ഉപദ്രവിക്കാൻ. അപ്പോൾ ശരീരത്തിൽ നിന്ന് എന്തെങ്കിലും വേർപെട്ടു പോകുന്നതായിട്ട് ശാസ്ത്രജ്ഞന്മാർ കണ്ടു. ആത്മാവാണ്. ആത്മാവിനെ പിടിച്ചു വയ്ക്കാൻ പറ്റുമോ? ആത്മാവിനെ പരിശോധിക്കാൻ പറ്റുമോ? അവനെ പറ്റി പഠിക്കാൻ പറ്റുമോ? അവനെ അപഗ്രഥിക്കാൻ പറ്റുമോ? ഒന്നും സാധ്യമല്ല. പിന്നെ ഈ പ്രവർത്തനങ്ങളൊക്കെ, ഈ അഭിനയങ്ങളൊക്കെ നടത്തുന്നത് പിശാചാണ്, പൈശാചികത്വമാണ്. അതിനെപ്പറ്റി ചിന്തിച്ച് സമയം കളയാതെ മനുഷ്യൻ്റെ പദാർത്ഥമായ ശരീരത്തെപ്പറ്റി എത്ര പഠിച്ചാലും അവനൊരു ഉയർപ്പുണ്ടെന്ന്, ആ ഉയർപ്പ് എങ്ങനെയാണെന്ന് ഒരു ശാസ്ത്രത്തിനും പറയാനോ പഠിക്കാനോ പറ്റില്ല. മരണം എപ്പോൾ സംഭവിക്കുന്നത് ചിലപ്പോൾ ഡോക്ടേഴ്സ് പറയാൻ സാധിക്കും. എന്നാൽ ആ സമയം കയറി ഇറങ്ങിയിരുന്നു വരും. പക്ഷെ ആത്മാവിനെ പറ്റി ഒരു ഡോക്ടറും പഠിച്ചിട്ടില്ല, ഒരു ശാസ്ത്രജ്ഞനും പഠിക്കാൻ പറ്റില്ല. അത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക സൃഷ്ടിയാണ്. അത് പദാർത്ഥമയമല്ല. അതിനെ പദാർത്ഥമയമാക്കാൻ
ശാസ്ത്രജ്ഞന്മാർ പരിശ്രമിച്ചാലും അത് സാധിക്കില്ല. അപ്പോൾ ആത്മാവിൻ്റെ പഠനം, അതിനെപ്പറ്റിയുള്ള അപഗ്രഥനം, എങ്ങനെയാണ് അപഗ്രഥിക്കാൻ പറ്റണേ? ഈ സാധനം നിന്ന് കിട്ടിയെങ്കിലല്ലേ പറ്റുള്ളൂ. ശാസ്ത്രജ്ഞൻ പറയുന്നിടത്ത് ആത്മാവ് നിന്ന് തരുമോ? ഒരിക്കലും ഉണ്ടാവില്ല. ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. കർത്താവ് ഉയർത്തെഴുന്നേറ്റു, എൻ്റെ ആത്മാവ് പാതാളത്തിൽ നിന്ന് അവിടെ പ്രസംഗിച്ചു, അതൊക്കെ ശരിയാണ്. ആത്മാവിന് ആത്മാക്കളോട് സംസാരിക്കാൻ പറ്റും. അത് നമ്മുടെ ആത്മാവിനും ആത്മാക്കളോട് സംസാരിക്കാൻ പറ്റും. പക്ഷേ കർത്താവിന് ആരോട് ചോദിക്കാനില്ല പാതാളത്തിൽ പോകാൻ. പക്ഷെ നമുക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. 40 ദിവസത്തേക്ക് അവനങ്ങനെ ചിലപ്പോൾ മരിച്ച വീടുകളിൽ ആത്മാവ് വരും എന്നൊക്കെ ഒരു വിശ്വാസമുണ്ട്. യഹൂദന്മാരുടെ വിശ്വാസമല്ല ഈ വിശ്വാസമായിട്ട് വ്യത്യാസമുണ്ട്. നമ്മുടെ ചില വീടുകളിൽ വെള്ളം ഇരിക്കുകയും തിരി കത്തിച്ച് വയ്ക്കുകയൊക്കെ ചെയ്യുന്നത് ആത്മാവോടെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. അത് ഒരു പൂർവിക പാരമ്പര്യമാണ്. പരിശുദ്ധ പിതാക്കന്മാർ പഠിപ്പിക്കുന്ന 40 ദിവസം വിശുദ്ധ കുർബാനയ്ക്ക് ശേഷമേ ഒന്നുപോലെ പാതാളത്തിലേക്ക് അല്ലെങ്കിൽ പറുദീസയിലേക്ക് ആത്മാവ് പോവുകയുള്ളൂ. അവിടെ ചെന്നാൽ പിന്നെ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുവാനായിട്ട് ആത്മാക്കൾക്ക് സാധിക്കും. ദൈവത്തിന് അനുവദിക്കും. പിന്നെ നമ്മൾ മത്തായി 17:1 മുതൽ വായിക്കുമ്പോൾ ഇവിടെ മോശയെയും ഏലിയാവിനെയും പത്രോസ് കാണുന്നുണ്ട്. മോശ മരിച്ചടക്കപ്പെട്ടതാണ്. ഏലിയാവ് സ്വർഗത്തിലേക്ക് ഉടലോടെ പോയതാണ്. സ്വർഗത്തിലേക്ക് തൊട്ട് പറുദീസയിലേക്കുണ്ട്, സ്വർഗത്തിലേക്കല്ല. ചില സഭക്കാർ, പ്രത്യേകിച്ച് പെന്തക്കോസ്തുകാർ പറയുന്നത് മോശയ്ക്ക് പത്രോസിനെ കാണാൻ പറ്റിയത് മോശ ഉയർത്തെഴുന്നേറ്റു എന്നാണ്. ഒരിക്കലുമില്ല. എല്ലാവരുടെ ഉയർപ്പ് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിലാണ്. പിന്നെ കർത്താവിൻ്റെ മരണസമയത്ത് ചിലരൊക്കെ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നുണ്ടെങ്കിലും അത് പുനരുദ്ധാനമല്ല, ഉയർപ്പാണ്. അത് അവൻ വീണ്ടും മരിക്കും, സംശയമൊന്നുമില്ല. ലാസറിനെ ഉയർപ്പിച്ചു, അവൻ വീണ്ടും മരിക്കാനുള്ളതാണ്. അവൻ മരിക്കുകയും ചെയ്തു, മരിച്ചു. അപ്പോൾ കർത്താവിൻ്റെ ഉയർപ്പിനെ പറ്റിയോ കർത്താവിൻ്റെ ആത്മാവ് സഞ്ചരിക്കുന്നതിനെ പറ്റിയോ നമ്മുടെ ആത്മാവിനോട് ഉപമിക്കാൻ പറ്റില്ല. അത് ദൈവമാകുന്ന ആത്മാവാണ്. നമുക്ക് അത് സൃഷ്ടിയല്ല, അത് സൃഷ്ടാവാണ്. നമ്മളെ ഓരോ സൃഷ്ടികളാണ് നമ്മുടെ ആത്മാവ്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ആത്മാവിനെ ദൈവം തരണത്. പൗലോസിൻ്റെ ആത്മാവല്ല പത്രോസിൻ്റെ ആത്മാവ്, മത്തായിയുടെ ആത്മാവ്, വ്യത്യാസമുള്ളൂ. അവൻ ഓരോരുത്തർക്കും സൃഷ്ടിച്ചു കൊടുക്കുന്നു. ആ വിശുദ്ധിയിലാണ് അവൻ സൃഷ്ടിക്കുന്നത്. പക്ഷേ അത് അശുദ്ധമാക്കണോ വിശുദ്ധമാക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അത് വിശുദ്ധമാക്കി കർത്താവ് പറഞ്ഞതുപോലെ എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്ന് നമുക്ക് ദൈവത്തോട് പറയാൻ സാധിക്കണം. കർത്താവ് വിശുദ്ധമായിട്ടാണ് ആത്മാവിനെ ഏൽപ്പിച്ചത്. നമുക്ക് ആ വിശുദ്ധി ഉണ്ടോ എന്ന് നാം ചിന്തിക്കണം. അങ്ങനെ ആത്മാവിനെ പറ്റി പഠിക്കാൻ ശ്രമിക്കാതെ, അപഗ്രഥിക്കാൻ ശ്രമിക്കാതെ നമ്മുടെ ആത്മാവിനെ വിശുദ്ധമായി ദൈവത്തിൽ ഏൽപ്പിക്കുവാനുള്ള സാധ്യത നമുക്കുണ്ടാകട്ടെ. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.